കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ചും എങ്ങനെയാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. സോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് വൈബ്രേഷൻ ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന്. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തി മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ്. സോ വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. ഇപ്പോഴത്തെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം ആലോചിക്കുക, നിങ്ങൾ ഏത് വൈബ്രേഷനിലാണ്. ജസ്റ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ, ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടോ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ്, ടോക്സിക് ആയിട്ടുള്ള ആളുകളാണോ നിങ്ങളുടെ ചുറ്റുമുള്ളത്, നിങ്ങൾ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ഇപ്പോഴത്തെ ഫ്രീക്വൻസി എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഭയങ്കര എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിൽ ഇല്ല, എനിക്ക് ഐ വിൽ ട്രൈ എന്നുള്ള ഒരു ഐ കാണ്ട് എന്നുള്ള ഇതിൽ നിന്നും മാറി എനിക്കിതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എല്ലാ മാനിഫെസ്റ്റേഷൻ വീഡിയോസിലും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിന് വളരെ വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് നമ്മളെ നെഗറ്റീവിൽ നിന്ന് ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പവറുള്ള ഒരു ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 3 കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന നന്ദി പറയാനുള്ള 3 കാര്യങ്ങളൊക്കെ ഓർക്കുക, അതിന് നന്ദി പറയുക, അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എക്സസൈസ് ചെയ്യുക. ഇത് നിങ്ങൾ ഓർക്കുക, ഇത് എന്താ, പക്ഷേ എക്സസൈസ്, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളുടെ ഫ്രീക്വൻസി ഉയർത്താനായിട്ട് സാധിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എപ്പോഴൊക്കെയാണോ നല്ലൊരു വർക്കൗട്ട് റുട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അന്നേരമാണ് എൻ്റെ ലൈഫിൽ വളരെ നല്ല മാറ്റങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത്. നല്ലൊരു വർക്കൗട്ട് റുട്ടീൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ വർക്കൗട്ട് റുട്ടീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നല്ലൊരു വർക്കൗട്ട് റുട്ടീൻ ഫോളോ ചെയ്യുക. യോഗയോ എന്താണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. ആ ഒരു സൈലൻസിലിരുന്ന് നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്ത് നിങ്ങളുടെ ചിന്തകളൊക്കെ ഒബ്സർവ് ചെയ്ത് ആ ഒരു മെഡിറ്റേഷൻ ഫീലിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്താനായിട്ട് സഹായിക്കും. ഇനി നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരുപാട് പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് മാക്സിമം ഫ്രഷ് ഫ്രൂട്ട്സും ഫ്രഷ് വെജിറ്റബിൾസും ഹോൾ ഫുഡും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ അങ്ങനെ നമ്മളുടെ ഫുഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ആക്ച്വലി നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ജേണിയിൽ, നമ്മളുടെ വൈബ്രേഷനിൽ, നമ്മളുടെ ഫ്രീക്വൻസിയിലൊക്കെ. സോ നമ്മളുടെ ഗട്ടും, അതായത് നമ്മളുടെ ആമാശയവും നമ്മളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയൊക്കെ തമ്മിലുള്ള ബന്ധം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. സോ നമ്മൾ കഴിക്കുന്ന ഫുഡ് ശ്രദ്ധിക്കുക. ഫുഡ് ഫ്രഷ് വെജിറ്റബിൾസും ഫ്രഷ് ഫ്രൂട്ട്സും ഹോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിക്കുക. നമ്മൾ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആളുകളോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ആളുകളോ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ചുറ്റിൽ നിന്ന് ഒഴിവാക്കുക. പകരം വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ഗ്രോയിങ് മൈൻഡ് സെറ്റുള്ള ആളുകളോട് ഇടപഴകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ ഫ്രീക്വൻസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ്. ഇനി അടുത്തത് ഹൈ വൈബ്രേഷനുള്ള സൗണ്ടുകൾ കേൾക്കുക. അതായത് 432 ഹെർട്സും അതുപോലെ 528 ഹെർട്സൊക്കെ ഉള്ള ഹൈ ഫ്രീക്വൻസിയുള്ള വോയിസ് സൗണ്ട് കേൾക്കുന്നത് ആക്ച്വലി നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്താനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ. സോ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കമൻ്റ് ആവും.